ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പൂട്ടിയ സ്ഥാപനത്തിൻ്റെ ഗോഡൗണാണ്. ഗോഡൗണിൽ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും താമസിക്കുന്നുണ്ട്. ഇവിടെ നിന്നും രൂക്ഷമായ ഗന്ധം നാട്ടുകാർക്കൊക്കെ വരുന്നതിനെ തുടർന്ന് അവർ പരാതി നൽകിയിരുന്നു. ഇവിടെ എല്ലാം ഈ ചിക്കൻ്റെ അഴുകിയ ഗന്ധമാണ്. ഇവർ താമസിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയപ്പോൾ അഴുകിയ ചിക്കനൊക്കെ ഇവിടെ നിന്നും പിടിച്ചെടുത്തിരുന്നു. ഈ ചിക്കനിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ഈ ജലം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നുവെന്ന് കൗൺസിലർ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ മൈദ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. വളരെ വൃത്തിഹീനമായ സ്ഥലത്താണ് ഈ മൈദ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്നാണ് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത്. ഈ സ്നാക്സ് അല്ലെങ്കിൽ പൊറോട്ട അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മൈദയാണുള്ളത്. പൊറോട്ട അടിക്കുന്നവരുടെ വസ്ത്രമാണെന്ന് തോന്നുന്നു. മൊത്തം മൈദയൊക്കെ അതിനകത്ത് പറ്റിയിരിക്കുന്നുണ്ട്. ഈ ദുരന്തോ എക്സ്പ്രസ്, വന്ദേ ഭാരത്, ജനശതാബ്ദി തുടങ്ങിയ ട്രെയിനുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. തേജസ് അങ്ങനെയുള്ള വലിയ വലിയ ട്രെയിനുകൾ, രാജധാനി ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലൊക്കെ ഈ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഫുഡ് മേടിച്ച് കഴിക്കരുത്. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ട്രെയിനുകളിൽ നിന്നും പരമാവധി ഭക്ഷണം ഒഴിവാക്കുക. ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കുക. നമസ്കാരം. ട്രെയിനുകളിലേക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന കാറ്ററിംഗ് ഏജൻസിയുടെ ഗോഡൗണിൽ പരിശോധന നടത്തുകയും അവിടെ നിന്ന് വൃത്തിഹീനമായ ആഹാര സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും അത് സീൽ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് കോർപ്പറേഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ, അതായത് ഈ പൂട്ടിയ സ്ഥാപനത്തിൻ്റെ ഗോഡൗണാണ്. ഗോഡൗണിൽ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും താമസിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും രൂക്ഷമായ ഗന്ധം നാട്ടുകാർക്കൊക്കെ വരുന്നതിനെ തുടർന്ന് അവർ പരാതി നൽകിയിരുന്നു. ഇവിടെ എല്ലാം ഈ ചിക്കൻ്റെ അഴുകിയ ഗന്ധമാണ്. ഇവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ആ വൃത്തിഹീനമായി കിടക്കുന്ന അവസ്ഥയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടാതെ ഇവരുടെ ഗോഡൗണാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മൈദയൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവരുടെ ഗോഡൗണാണ്. ഈ ഗോഡൗണിലാണ് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് അസഹനീയമായ ദുർഗന്ധം സമീപവാസികൾക്കുമൊക്കെ വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസവും പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയപ്പോൾ അഴുകിയ ചിക്കനൊക്കെ ഇവിടെ നിന്നും പിടിച്ചെടുത്തിരുന്നു. ഈ ചിക്കനിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ഈ ജലം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നുവെന്ന് കൗൺസിലർ വ്യക്തമാക്കിയിരുന്നു. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഈ പുറത്ത് കാണുന്നത്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ മൈദ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. വളരെ വൃത്തിഹീനമായ സ്ഥലത്താണ് ഈ മൈദ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്നാണ് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത്. ഈ സ്നാക്സ് അല്ലെങ്കിൽ പൊറോട്ട അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മൈദയാണുള്ളത്. പൊറോട്ട അടിക്കുന്നവരുടെ വസ്ത്രമാണെന്ന് തോന്നുന്നു. മൊത്തം മൈദയൊക്കെ അതിനകത്ത് പറ്റിയിരിക്കുന്നുണ്ട്. അതിൽ ഈ പരിസരമൊക്കെ വളരെയധികം വൃത്തിഹീനമായ അവസ്ഥയിലാണ്. ഇവിടെയാണ് ഇവരുടെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്നുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന, ഇവിടെ നിന്നും ഉണ്ടാക്കി വരുന്ന ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്നു. അതായത് ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ വിശ്വസിച്ച് കഴിക്കുന്നു. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വൃത്തിയുള്ളതും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിൽ നിന്നും ഇത്തരത്തിൽ വൃത്തിഹീനമായ ഭക്ഷണം കഴിക്കുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും റെയിൽവേ ഇതിനകത്ത് കൃത്യമായൊരു നടപടി എടുക്കണം. അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് പിഴയൊക്കെ ചുമത്തും. പക്ഷേ റെയിൽവേ ആണ് ഇതിനകത്ത് കർശന നിയമ നടപടി എടുക്കേണ്ടത്. ഞാൻ കണ്ടില്ല, വന്ദേ ഭാരതിൻ്റെ സ്റ്റിക്കർ അടക്കമുള്ള ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. വന്ദേ ഭാരതിലൊക്കെ കൊടുക്കുന്ന ഈ ഭക്ഷണം ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് എന്നുള്ളതാണ് ഏറെ നമ്മളെ ഒരുപാട് വിഷമത്തിലാക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് പണം കൊടുത്താണ് ഇത്തരം ട്രെയിനുകളിലൊക്കെ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു മെനു പരിശോധിക്കുമ്പോൾ തന്നെ കൊടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെ വിതരണം ചെയ്യുന്നത് ഈ ദുരന്തോ എക്സ്പ്രസ്, വന്ദേ ഭാരത്, ജനശതാബ്ദി തുടങ്ങിയ ട്രെയിനുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. തേജസ് അങ്ങനെയുള്ള വലിയ വലിയ ട്രെയിനുകൾ, രാജധാനി ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലൊക്കെ ഈ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇതിനകത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് അവരുടെ മെനു ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് വന്ദേ ഭാരതി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയ ഈ സ്റ്റിക്കറുകളുമൊക്കെ. കൂടാതെ ചായയൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. നമ്മളൊക്കെ ചായ 10 രൂപ അല്ലെങ്കിൽ 15 രൂപ ഒക്കെ കൊടുത്ത് ചായ മേടിച്ച് കുടിക്കുമ്പോൾ ആലോചിക്കണം ഇത് എവിടെ നിന്നാണ് ഈ ചായ വരുന്നതെന്ന്. ട്രെയിനിൽ പോകുമ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഫുഡ് മേടിച്ച് കഴിക്കരുത്. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ട്രെയിനുകളിൽ നിന്നും പരമാവധി ഭക്ഷണം ഒഴിവാക്കുക. ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെതിരെയൊക്കെ ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്തുനിന്ന്, ഈ ഉദ്യോഗസ്ഥർ എത്രത്തോളം നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇവരെല്ലാം കൈക്കൂലി മേടിക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം. പകൽ പോലെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ കയ്യിൽ നിന്നും പലരും, എല്ലാ ഉദ്യോഗസ്ഥരുമല്ല, പല ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നതാണ്. കൊച്ചി കോർപ്പറേഷനിൽ തന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ് വിജിലൻസ് പിടികൂടിയ സ്വപ്ന എന്ന തൃശ്ശൂർ സ്വദേശിനിയെ. അവളുടെ കയ്യിൽ നിന്നും കെട്ടിടത്തിൻ്റെ ഒരു റൂമിന് നമ്പർ ഇടുവാൻ വേണ്ടിയിട്ട് 5000 രൂപ വെച്ചിട്ട്
20 റൂമുകൾക്കായിട്ട് 1 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചാണ്. പിന്നീട് അവർക്ക് 15,000 രൂപയിൽ സെറ്റിൽ ചെയ്തതിന് ശേഷം വിജിലൻസ് അവരുടെ പക്കൽ 15,000 രൂപ പരാതിക്കാരൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അങ്ങനെ അവരെ പിടികൂടിയതാണ്. അത്തരത്തിൽ ഒരുപാട് അഴിമതി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഈ ട്രെയിനുകളിൽ നിന്നും ഭക്ഷണം ഒരു കാരണവശാലും വാങ്ങി കഴിക്കാതിരിക്കുക. ട്രെയിനുകളിൽ നിന്നും ഒരു കാരണവശാലും ചായ അടക്കം ഒരു സാധനങ്ങളും വാങ്ങി കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കാതിരുന്നാൽ തന്നെ ഇവർ പതുക്കെ ഇതൊക്കെ പൂട്ടിക്കെട്ടി അങ്ങ് പൊക്കോളും. അങ്ങനെ വേണം നമ്മളെല്ലാവരും ചെയ്യാൻ. നമ്മൾ പരമാവധി വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തെ ഏതെങ്കിലും നല്ല ഹോട്ടലുകളിൽ നിന്നോ ഭക്ഷണം വാങ്ങി കഴിക്കുക. അതുമാത്രമേ ഉള്ളൂ ഒരു പ്രതിവിധി. കൊച്ചിയിൽ നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.